പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രശസ്തമായൊരു പഴഞ്ചൊല്ലാണ്. ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കറിയാം, നമ്മുടെ സിനിമാ നടന്മാർ മുഹമ്മദ് കുട്ടി മമ്മൂട്ടിയായി, അബ്ദുൽ ഖാദർ പ്രേം നസീറായി, ഗോപാലകൃഷ്ണൻ ദിലീപായി, ഇങ്ങനെ ഒരുപാട് പേരുടെ പേരുകൾ മാറിയിട്ടുണ്ട്. ജയലളിതയാണെങ്കിൽ എൻഷൽ ഒരു അക്കം കൂട്ടി. ഇങ്ങനെ രാഷ്ട്രീയക്കാർ സിനിമാക്കാരൊക്കെ മാറ്റും. ഏത് സ്ഥലങ്ങളുടെ കാര്യം, കേരള നിയമസഭ ഏറ്റവും അവസാനം കേരള എന്ന് പറയരുത്, കേരളം എന്നാണെന്ന് നമ്മളെ സർക്കാർ തീരുമാനിച്ചു. ഇപ്പോൾ നമ്മുടെ സ്ഥലനാമങ്ങൾ, ഇപ്പോൾ ക്രാങ്ങന്നൂർ, കൊടുങ്ങല്ലൂർ എന്ന് പേര് മാറി പഴയ പേരുകളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇടക്കാലത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പല പേരുകളും നമ്മുടെ സ്ഥലനാമങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ മാറ്റിയത് ബ്രിട്ടീഷ് കൊളോണിയൽ അടയാളങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ മാറ്റിയിട്ടുള്ളത് നരേന്ദ്രമോദിയുടെ കാലത്താണ്. ദില്ലിയിൽ രാജ്പഥിൽ അതിൻ്റെ പേര് കർത്തവ്യപഥ് എന്നാക്കിയിട്ട് ബ്രിട്ടീഷ് രാജാവിൻ്റെ പ്രതിമ എടുത്ത് മാറ്റി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമ വെച്ചു. ഇപ്പോൾ ഇതാ മഹാരാഷ്ട്ര സർക്കാർ അവിടുത്തെ പ്രധാനപ്പെട്ട 8 നഗരങ്ങളുടെ പേര് മാറ്റിയിരിക്കുകയാണ്. അഹമ്മദ് നഗറിൻ്റെ പേര് ഇനി മുതൽ അഹല്യ നഗർ എന്നാണ്. അതെ. അപ്പോൾ ഇത് വിമർശനം ഇവിടെയാണ്. അതായത് മോദി സർക്കാരിൻ്റെ അല്ലെങ്കിൽ BJP സർക്കാരുകളുടെ പല സംസ്ഥാനങ്ങളിലും മാറ്റുന്നുണ്ട്. മഹാരാഷ്ട്ര സർക്കാർ BJPയുടെ സഖ്യ സർക്കാരാണല്ലോ. ഈ പ്രധാനപ്പെട്ട ജോലി പേര് മാറ്റലാണ്. എന്തിനാണ് ഇങ്ങനെ പേര് മാറ്റുന്നത്? ആ കൊളോണിയൽ അവശിഷ്ടങ്ങൾ മാറ്റുന്നത് ഒരു പദ്ധതി പോലെ തന്നെയാണ് മോദി എടുത്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നെഹ്റു കൈകാര്യം ചെയ്തിരുന്ന ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, അതിനൊരു ബദൽ രാഷ്ട്രീയം കൊണ്ടുവരിക എന്നുള്ളതൊരു പദ്ധതിയായി തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അവിടെ 1965 നവംബർ 3-ന് ഈ RSSൻ്റെ ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ദത്തോപൻ ടെങ്ഡി രാജ്യസഭയിൽ ചോദിച്ചത് എന്തിനാണ് ഡൽഹിയിൽ ജോർജ് രാജാവിൻ്റെയും എഡ്വേർഡ് രാജാവിൻ്റെയും വിക്ടോറിയ രാജ്ഞിയുടെയൊക്കെ ഈ പ്രതിമകൾ എന്തിനാണ്? നമ്മൾ സ്വാതന്ത്ര്യമൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇതാണ് അദ്ദേഹം ചോദിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പ്രതിമയുടെ ആവശ്യം അവിടെ ഉയർന്നിരുന്നു. നമ്മളീ പറയുന്നത് 1965 നെഹ്റു യുഗം നിൽക്കുന്ന കാലമാണ്. അക്കാലത്ത് തന്നെ ഈ അവകാശം അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അക്കാലത്ത് പട്ടേലിന്റെ പ്രതിമ വയ്ക്കില്ല, സുഭാഷിനെ കോൺഗ്രസ് അംഗീകരിക്കില്ല. നെഹ്റു കോൺഗ്രസ് അംഗീകരിക്കില്ല. കാരണം പട്ടേലാണ് പ്രധാനമന്ത്രി ആവേണ്ടതെന്ന് PCC പ്രസിഡന്റുമാരൊക്കെ അവകാശപ്പെട്ടിരുന്നതാണ്. ആ പൈതൃകം പാടില്ല. എല്ലാ റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, റോഡുകൾ, ഇതിനൊക്കെ നെഹ്റുവിൻ്റെയോ രാജീവ് ഗാന്ധിയുടെയോ ഇന്ദിരാഗാന്ധിയുടെയോ ഒക്കെ പേരുകളാണ്. അങ്ങനെയല്ലല്ലോ. നമ്മളും ഒക്കെ നികുതി കൊടുക്കുന്ന ആളുകളാണ്. ഇപ്പോൾ കൊച്ചിയിൽ പലരും നമുക്കറിയാത്ത പലരുടെയും പേരുകൾ, ഏതോ മേനോൻ റോഡ് എന്നൊക്കെ ധാരാളം അവിടുത്തെ ആളുകളാണ്, പ്രാദേശിക നേതാക്കളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പേര് എടുത്തിട്ടുള്ള ധാരാളം ആളുകളില്ലേ പണ്ട് തൊട്ട് തന്നെ. താന്തിയ തോപ്പിയോ മംഗൾ പാണ്ഡെയോ, നമുക്ക് നമ്മുടേതായ വീരന്മാരില്ലേ, ഭഗത് സിംഗ്. ഇതൊന്നുമില്ലാതെ ഈ മുഗൾ അവശിഷ്ടങ്ങൾ, അഹമ്മദ് നഗർ എന്നൊക്കെ പറഞ്ഞ പോലെ, അലിഗഡ്, എന്തിനാണ് നമ്മുടെ? അല്ല, നമുക്ക് ഈ വൈദേശിക പ്രേമം വല്ലാത്ത കൂടുതലാണ്. ഇപ്പോഴും നമ്മുടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയും. നമ്മുടെ പൃഥ്വിരാജ് ചൗഹാനെയോ അല്ലെങ്കിൽ മറാത്ത നായകൻ ഛത്രപതി ശിവജിയെ പോലും നമുക്കറിയില്ല. ഇംഗ്ലീഷിൽ തന്നെ വലിയ കുഴപ്പമാണ്. കാരണം ഈ ഒരു ലോക യുദ്ധവും മഹത്തായ യുദ്ധം അല്ലല്ലോ. പക്ഷെ ഗ്രേറ്റ് വാറിനാണ് പറയുന്നത്. വൃത്തികെട്ട വാറിന് ഗ്രേറ്റ്. മനുഷ്യനെ കൊല്ലുന്ന യുദ്ധങ്ങൾക്ക് ഗ്രേറ്റ് എന്ന് പറയും. അല്ല, മറ്റൊന്നുണ്ട്. നമ്മളിപ്പോൾ ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ അവിടുത്തെ പൗരസമിതി, CPMന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുനിൽ അടക്കമുള്ള ആളുകൾ ഭാരവാഹികളായിട്ടുള്ള പൗരസമിതി ഒരു തുറന്ന ജീപ്പ് കൊണ്ടുവന്നിട്ട് കവടിയാർ പാലസിൽ നിന്ന് അവിടുത്തെ തമ്പുരാട്ടി എന്ന് പറയുന്നത് അവരുടെ പേരാണ്. EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്നത് അവരുടെ ഡെസിഗ്നേഷൻ അല്ല, അവരുടെ പേരങ്ങനെയാണ്. അവരെ ക്ഷണിച്ച് ഒരു തുറന്ന ജീപ്പിൽ കൊണ്ടുപോയതിൻ്റെ പേരിൽ എന്ത് കോലാഹലമായിരുന്നു. അതേസമയം ബ്രിട്ടീഷ് രാജ്ഞിയെ നമുക്ക് മഹാറാണി രാജ്ഞി എന്ന് വിളിക്കാൻ ഒരു മടിയില്ല. അല്ല, നമുക്ക് വേറൊരു മടിയില്ലായിരുന്നു. BJT ഹാൾ എന്നുള്ളത് നമ്മൾ സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര കൊല്ലം നിന്നു? വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ എന്നാണ്. വിക്ടോറിയയുടെ ജൂബിലിക്കും ജോർജ് ആറാമിന്റെ ഒക്കെ ജൂബിലിക്കും ഒക്കെ ഇവിടെ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെയും കൊണ്ടു കിടക്കുക. നമ്മൾ വേറെ മാറ്റി അത് മാറ്റി അയ്യങ്കാളിയുടെ പേരിടണം. കേരള സർക്കാരും ഇങ്ങനെ പേരുകൾ മാറ്റുന്നുണ്ട്. മോദി മാറ്റുമ്പോഴാണ് കുഴപ്പം, അല്ല BJP മാറ്റുമ്പോഴാണ് കുഴപ്പം. അതെ, അത്
പ്രത്യേകിച്ച് ഈ അഹമ്മദ് നഗർ എന്നൊക്കെ ഉള്ളത് മാറ്റുമ്പോൾ വലിയ അത് വേറെ ചില ആളുകളെ സൂചിപ്പിക്കാനാണ്. ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഒരു സാങ്കല്പിക ചോദ്യമാണ് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ, അതായത് ഇന്ത്യയുടെ പാകിസ്ഥാൻ്റെ തലസ്ഥാനം ഏതാണ്? ഉടനെ ഒരാൾ പറഞ്ഞു, മറുപടി പറഞ്ഞു ന്യൂഡൽഹിയാണെന്ന്. അതെന്താ കാര്യം? ന്യൂഡൽഹി ചുറ്റും നോക്കിയാൽ അഹമ്മദ് നഗർ, പട്യാല നഗർ, അങ്ങനെ മുസ്ലാമിക പേരുകളുള്ള നഗറുകളും, ബഹദൂർ ഷാ റോഡ്, മാർഗ്, ഇങ്ങനത്തെ റോഡുകളും മാർഗുകളുമാണ് ദില്ലിക്ക് ചുറ്റും. അപ്പോൾ പാകിസ്ഥാൻ്റെ തലസ്ഥാനമാണ് ന്യൂഡൽഹി എന്ന് സംശയിച്ചാൽ തെറ്റില്ല. പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു എന്ന് പറഞ്ഞാലും തെറ്റില്ല. കാരണം മറ്റേ ഡൽഹി സന്ധി മറ്റേ ഇയാളുമായിട്ട് ലിയാഖത്ത് അലി ഖാനുമായിട്ട് ഉണ്ടാക്കിയ വില്ലനാണല്ലോ നെഹ്റു. എന്നിട്ട് എന്താണ്, ഇവിടെയുള്ള ന്യൂനപക്ഷത്തെയും സംരക്ഷിക്കും എന്നുള്ളതാണ്. അവിടെ ന്യൂനപക്ഷത്തെ സംരക്ഷിച്ചില്ല. കിഴക്കൻ ബംഗാളിൽ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്തു. 2.5 ലക്ഷം ഹിന്ദുക്കൾ മറ്റേ വംശഹത്യ നടത്തി. അവിടെ ലിയാഖത്ത് അലി ഖാൻ ഒപ്പിട്ടിട്ട് പോയിട്ടേ പിന്നെയുള്ള പണി മുഴുവൻ ഇതാണ്. നമ്മൾ മാത്രം ഇത് സംരക്ഷിച്ചുകൊണ്ട്, നെഹ്റു ഇത് മുഴുവൻ അങ്ങ് സംരക്ഷിച്ചുകൊണ്ട് നടക്കുകയാണ് പല കാരണങ്ങൾ കൊണ്ടും. പിന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ ബാബറിൻ്റെ ഖബറിൽ തലമുറകളായിട്ട് തീർത്ഥാടനം നടത്തുക, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കപടമതേതരത്വത്തിൻ്റെ പ്രവാചകനായിരുന്നു നെഹ്റു. ആ ലെഗസി മാറ്റണം എന്ന് വിചാരിച്ചിട്ട് ഈ മോദി ആദ്യത്തെ പ്രധാനമന്ത്രിയായ ശേഷമുള്ള പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നു, നമ്മൾ ചില കെട്ടിടങ്ങൾ പ്ലാനിങ് ആസൂത്രണ കമ്മീഷൻ ഉണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ചില പഴയ കെട്ടിടങ്ങൾ നമ്മൾ പുതുക്കാം, കേടുപാട് തീർക്കാം എന്നൊക്കെ വിചാരിച്ച് പണി തുടങ്ങുമ്പോൾ ഒരു പുതിയ കെട്ടിടം പണിയുന്നതിനേക്കാൾ ചിലവ് വരും. പൊളിക്കുന്നതാണ് നല്ലത്, ലാഭം. അതുകൊണ്ട് നമ്മൾ ആസൂത്രണ കമ്മീഷൻ പൊളിക്കുകയാണ്, പകരം നീതി ആയോഗ് കൊണ്ടിരുന്നു. അങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ അത്തരം സംഗതികൾ പൊളിച്ച് കളയുന്നതാണ് എന്നുള്ള പോളിസിയാണ് അദ്ദേഹം ഈ മറച്ചു വെച്ചിട്ടില്ല ഭാരതീയതയുടെ കാര്യത്തിൽ. ഭാരതീയതയാണ് ഭാരത സംസ്കൃതി. നമ്മുടെ 5000 വർഷമൊക്കെ പഴക്കമുള്ളതാണ്. ഇറക്കുമതി ചരക്ക് നമുക്ക് വേണ്ട. ഈ പ്രത്യയശാസ്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, മാർക്സിസം, ഇങ്ങനത്തെ സംഗതികൾ. അതുപോലെ സെക്കുലറിസം, അതൊക്കെ 1905 ഒരു അവിശ്വാസിയായിട്ടുള്ളൊരു ചെറിയ പത്രപ്രവർത്തകരുടെ വാക്കിയാക്കും. ഇതൊന്നും വേണ്ട, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നമ്മുടേതായ പൈതൃകം, ദീർഘമായ പൈതൃകമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം എപ്പോഴും തിരുവള്ളുവർ, തുളസീദാസ് ഇത്തരം ആളുകളെയൊക്കെ ഉദ്ധരിക്കാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിൽ. നെഹ്റുവിൻ്റെ നിഴലൊന്നും അദ്ദേഹത്തിൻ്റെ ഇല്ല. ഇന്ത്യ ഗേറ്റിൽ ബോസിൻ്റെ പ്രതിമ വെച്ചു, മറ്റേ ഗുജറാത്തിൽ പട്ടേലിൻ്റെ പ്രതിമ വെച്ചു. പിന്നെ ഈ അലക്സാണ്ടർ റോഡ്, മഹാനായ ഡബിൾ കോട്ടിൽ മഹാനായ അദ്ദേഹത്തിനോട് പോരടിച്ച് നിന്ന നമ്മുടെ ചില രാജാക്കൾ, പോറസ്, ദഹിർ, പിന്നെ ഒരു പോറസിന്റെ ഒക്കെ നമുക്ക് ഭയങ്കര ആവേശം ഉണ്ടാക്കുന്നതാണ്. പുരൂരവസ്, അതാണല്ലോ പോറസ്. തോൽപ്പിച്ച് മുന്നിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അലക്സാണ്ടർ പോറസിനോട് ചോദിച്ചു എന്നാണ് പറയുന്നത്, ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന്. ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് എങ്ങനെ പെരുമാറുന്നോ അതുപോലെ പെരുമാറണമെന്നാണ് ചങ്ങല കൊണ്ട് ബന്ധിക്കപ്പെട്ട് മുന്നിൽ വന്നപ്പോഴും പോറസ് ചോദിച്ചത്. അവിടെ പോറസിനെയൊക്കെ ആര് ഓർമ്മിക്കുന്നു? അവിടെ ചില ചെറിയ ദളിത് രാജാക്കന്മാരൊക്കെ ഉണ്ട്. അക്കൂട്ടത്തിൽ ഒരാളുടെ സ്റ്റാമ്പൊക്കെ ഈ മോദിയൊക്കെ വന്നിട്ടാണ് ഇറക്കിയത്. ഈ ലക്നൗ ഭാഗത്തൊക്കെ പല സ്ഥലത്തും അലക്സാണ്ടറോട് പോരടിച്ച് നിന്നിട്ടുണ്ട് ചെറിയ നാട്ടുരാജാക്കന്മാർ. ചെറിയ നാട്ടുരാജാക്കന്മാർ. പക്ഷെ അപ്പുറത്തു നിന്നുള്ള ചരിത്രം മാത്രമേ ഉള്ളൂ. കാരണം ചരിത്രകാരന്മാരെ കൊണ്ടാണ് അലക്സാണ്ടർ വന്നത്. അതെ, സാറ് പറഞ്ഞപ്പോൾ ഓർത്ത ഈ ചരിത്രത്തിൻ്റെ കാര്യം. നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും മാത്രമല്ല ഇന്ത്യ കീഴടക്കിയത്. ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കിയവർ തന്നെയാണ് മുഗളന്മാരും ഹൂണന്മാരും ഒക്കെ. പക്ഷേ ആക്രമണകാരികൾ ബ്രിട്ടീഷുകാർ മാത്രമാണ്, വിദേശികൾ മാത്രമാണ്. ഈ നമ്മുടെ രാജ്യത്തെ ആക്രമിച്ച് കീഴടക്കി ഇവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ച് അവരുടെ അധീനതയിലാക്കിയ ആളുകളുടെ പേര്, നമ്മുടെ ശത്രുക്കളാണ് അവർ. ഈ രാജ്യത്തിന്റെ ശത്രുക്കളുടെ പേരിട്ട് ആഘോഷിക്കുന്ന ഒരു ജനത നമ്മൾ മാത്രമേ ഉള്ളൂ. അത് ആ പേര് മാറ്റുമ്പോൾ അതിന് വളരെ മോശം എന്ന് പറയുന്നതും നമ്മുടെ നാട്ടിലാണ്. നമ്മൾ തന്നെ നമ്മുടെ ബജറ്റ് അവതരണം വൈകുന്നേരമായിരുന്നല്ലോ മുമ്പ്, ഫെബ്രുവരിയിലൊക്കെ.
അത് അവിടെ രാവിലെ ആകുന്ന സമയമാണ് ബ്രിട്ടനിലെ. അവർക്ക് നേരം വെളുത്ത് സുഖിച്ച് നമ്മൾ ഉറങ്ങേണ്ട സമയത്ത് എന്നിട്ട് എത്ര കൊല്ലാണ് ആ ജനതാ ഗവൺമെന്റ് വരുന്നത് വരെ. ഇത് വൈകുന്നേരം തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്നുകൂടി ഉണ്ട്, വൈദേശിക ബാക്കി പത്രം, നമ്മുടെ ദേശീയ ഗാനം. ജനഗണമനയിൽ ആർക്കാണ് സ്തുതി? അതിനായകൻ ആരാണ്? അദ്ദേഹം ഭാഗ്യം നൽകുന്ന ഭാഗ്യവിധാതാവ് ആരാണ്? മറ്റേ ചക്രവർത്തി, ബ്രിട്ടീഷ് ചക്രവർത്തിയാണ്. നമ്മൾ ഇപ്പോഴും 75 ആണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും നമ്മുടെ ദേശീയ ഗാനമായി വാഴ്ത്തുന്നത് ബ്രിട്ടീഷ് ചക്രവർത്തിയാണ്. അത് വന്ദേ മാതരം MMS ഇഷ്ടമല്ലല്ലോ. വന്ദേമാതരം മാതാവിനെ വന്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയാണ് എൻ്റെ മാതൃഭൂമി. അല്ല സാർ, നമ്മുടെ ഭരണഘടനാപരമായ ഒരു പ്രതിജ്ഞയുണ്ടല്ലോ, നമ്മുടെ എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണോ ആവണമെന്ന്. അപ്പോൾ എല്ലാ സഹോദരി സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഒരച്ഛൻ്റെ അല്ലെങ്കിൽ ഒരു അമ്മയുടെ മക്കളായിരിക്കണം. അത് ഫിസിക്കലി ബയോളജിക്കലി നമുക്ക് അങ്ങനെ ഒരമ്മയുടെ മക്കൾ പോസിബിൾ അല്ല. അപ്പോൾ രാഷ്ട്രം ഒരു മാതാവാണെന്ന് കരുതിയിട്ടാണ് നമ്മളെ സഹോദരി സഹോദരന്മാരാണെന്ന് സങ്കല്പിക്കുന്നത്. സ്കൂളിൽ കൈ നീട്ടി കുട്ടികളെ കേൾക്കുന്ന പ്ലഡ്ജ് ഉണ്ടല്ലോ. അപ്പോൾ അത് പ്രാവർത്തികമാക്കണമെങ്കിൽ നമ്മുടെ രാഷ്ട്രം നമ്മുടെ അമ്മയാവണം, അമ്മയെ വന്ദിക്കട്ടെ. അപ്പോൾ വന്ദേമാതരം അല്ലേ ശരിക്കും നമ്മുടെ ദേശീയഗാനമാവേണ്ടത്? ബയോഗ്രഫി ഓഫ് എ സോങ് എന്ന് പറഞ്ഞിട്ട് വന്ദേമാതരത്തിന്റെ കഥയുണ്ട്. ഈ ഗാന്ധിയും ഇത് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ പാടുന്നത് വിലക്കിയിരുന്നു. കാരണം ചില ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ചില ആളുകൾക്ക് എന്താ പറയുന്നത്. അപ്പോൾ ഈ 148 കോടി ജനങ്ങളുണ്ട്, 18 കോടി മുസ്ലിങ്ങളുണ്ട്. അപ്പോൾ ഈ 18 കോടിക്ക് വേണ്ടി 130 കോടി ആളുകളുടെ ഇച്ഛ മാറ്റിവെക്കുന്ന ഒരു ഭരണമാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതായത് ഈ മാർക്സും പറഞ്ഞിരുന്നു, നമ്മൾ ഈ അധിനിവേശങ്ങൾക്ക് വേണ്ടി കാത്തുകെട്ടിക്കിടന്ന ആരെങ്കിലും വന്ന് മുഖത്ത് കയറാൻ കാത്തിരുന്ന ജനത എന്ന് ബ്രിട്ടീഷ് ഭരണത്തിന്റെ ബലങ്ങൾ എന്ന് പറഞ്ഞാൽ അയാളുടെ കുപ്രസിദ്ധമായ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ കുരങ്ങിനെയും പശുവിനെയൊക്കെ ആരാധിക്കുന്ന കിരാതന്മാരാണ് പറഞ്ഞിട്ടുണ്ട്. ശബള എന്ന പശുവിനെയും, ശബള എന്ന് പറഞ്ഞാൽ കാമധേനുവ, ഹനുമാൻ എന്ന കുരങ്ങിനെയും ആരാധിക്കുന്ന അപരിഷ്കൃത ജനതയാണ്. അവരെ നന്നാക്കാനുള്ള ചരിത്രത്തിന്റെ ഉപകരണം മാത്രമായിരുന്നു ബ്രിട്ടൻ. മാർക്സ് പറഞ്ഞിട്ടുണ്ട്, മാർക്സിന്റെ വാചകം. അവരെ നന്നാക്കാനുള്ള ചരിത്രത്തിന്റെ അബോധാത്മകമായ ഉപകരണമായിരുന്നു ബ്രിട്ടൻ. അപ്പോൾ നമ്മുടെ സംസ്കൃതിയെ, നമ്മുടെ ജനതയെക്കുറിച്ച് ഏറ്റവും മോശമായിട്ട് ഭാഷയിൽ പറഞ്ഞ ഈ നികൃഷ്ടനെയാണ് നമ്മുടെ ആളുകൾ ഫോട്ടോയും വെച്ച് കൊണ്ടു നടക്കുന്നത്. എന്നിട്ട് അതുകൊണ്ടാണ് അവര് കൂടുതൽ പേരുകൾ ചിലപ്പോൾ ഈ മുസ്ലിം വൽക്കരിക്കാനായിരിക്കും അവരുടെ ശ്രമം. അല്ലാതെ ഇത്തരം പേരുകൾ, കൊളോണിയൽ അവശിഷ്ടങ്ങൾ മാറ്റാനായിരിക്കില്ല അവരുടെ ശ്രമം. ഞാൻ തന്നെ ഇത് മുമ്പൊരിക്കൽ കൈകാര്യം ചെയ്തപ്പോൾ ഈ കറുത്തവർഗക്കാരനായ ഈ കോളനി വിരുദ്ധനായ ഫ്രാൻസ് ഫാനൻ്റെ ഇവരൊക്കെ ഇടതുപക്ഷം പുകഴ്ത്തുന്നതാണ്. ഫ്രാൻസ് ഫാനൻ റെച്ചഡ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയ ആൾ. അദ്ദേഹം പറഞ്ഞത് മോദി അംഗീകരിക്കുന്ന പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫോർ എ colonized people, the most essential value, because the most concrete, is first and foremost the land. നാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. The land which will bring them bread. അവർക്ക് അന്നം കൊടുക്കുന്നത്. ആൻഡ് അബോവ് ഓൾ ഡിഗ്നിറ്റി, അന്തസ്. ഇമ്പീരിയലിസം, സാമ്രാജ്യത്വം. ഇമ്പീരിയലിസം ലീവ്സ് ബിഹൈൻഡ് ജേംസ് ഓഫ് റോട്ട്, തുരുമ്പിൻ്റെയോ വടുക്കൾ അവശേഷിപ്പിക്കുന്നു. ജേംസ് ഓഫ് റോട്ട് വിച്ച് വി മസ്റ്റ് ക്ലിനിക്കലി ഡിറ്റക്ട് ആൻഡ് റിമൂവ് ഫ്രം അവർ ലാൻഡ് ബട്ട് അവർ മൈൻഡ്സ് ആസ് വെൽ. ഇത് മലയാളത്തിൽ പറയാം. കോളനിവൽക്കരിക്കപ്പെട്ട ജനതയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന മൂല്യം നാടാണ്. തങ്ങൾക്ക് ആഹാരവും അഭിമാനവും നൽകുന്ന നാട്. സാമ്രാജ്യത്വം തുരുമ്പിച്ച രോഗാണുക്കളെ അവശേഷിപ്പിക്കുന്നു. അത് കണ്ടെത്തി നാം നാട്ടിൽ നിന്ന് മാത്രമല്ല നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യണം. ഇതാണ് മോദി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ നാട്ടിലും അങ്ങനെയാണ് ചെയ്തത്. കോളനിയുടെ ആളുകൾ, മുഗളന്മാർ പോയാൽ, ബ്രിട്ടീഷുകാർ പോയാൽ നമ്മുടെ രാജ്യത്തിന് വീണ്ടെടുക്കുകയാണല്ലോ. അല്ല, ഈ നമ്മുടെ സ്വന്തം അമ്മയെക്കാളും ഭംഗി അയൽവക്കത്തെ ചേച്ചിക്കാണെന്ന് പറയുന്ന ഒരു സ്വഭാവം മലയാളികൾക്ക് വിശിഷ്യമുണ്ട്.
അതുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിൽ ഈ നടക്കുന്ന പേരുമാറ്റങ്ങളിൽ അവിടുത്തുകാർക്ക് പ്രശ്നമില്ല, ഇവിടെ ചൊറിച്ചിൽ മലയാളികൾക്കാണ്. ഇത് പറയുമ്പോഴാണ് ഞാൻ വേറൊരു പേരുമാറ്റം ഓർത്തത്. ഈ നമ്മുടെ കോഴിക്കോട് മണ്ഡലത്തിൽ മത്സരിക്കുന്നത് MK രാഘവൻ MP മത്സരിക്കുന്നത് എളമരം കരീമാണ്. അദ്ദേഹത്തെ എളമരം കരീം എന്നാണ് ഇതുവരെ വിളിച്ചിരുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് കരീമിക്കയായി. അത് ധാരാളം ഞാൻ ഇപ്പൊ കാണുന്നുണ്ട്. കരീമിക്ക ഇതുവരെ അദ്ദേഹത്തിന് ആരും അങ്ങനെ വിളിച്ചു കേട്ടിട്ടില്ല. അപ്പൊ പെട്ടെന്നൊരു കരീമിക്ക എങ്ങനെ വന്നത്? എന്തായിരിക്കും കരീമിക്ക എന്ന് പറഞ്ഞാൽ? ഐഡന്റിഫിക്കേഷൻ, അതായത് ഞമ്മന്റെ ആളാണ്, ഞമ്മന്റെ ആളാണ്, നമ്മുടെ ആളാണ്, നമ്മുടെ സ്വന്തം ആളാണ്. അതുകൊണ്ട് കരീമിക്കയ്ക്ക് പിന്നിൽ ഞമ്മന്റെ ആളുകളെല്ലാം ഒന്നിച്ച് ചേരണം എന്നുള്ള ഒരു സന്ദേശമാണ്. അപ്പോൾ പേരുമാറ്റത്തിലൂടെ ഇവർക്കും ഉണ്ട് ലക്ഷ്യം. ഇവരാണ് ഇനി പേരുമാറ്റത്തെ വിമർശിക്കുന്നവർ. കോഴിക്കോട് ഫറോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, മറ്റേ ആ വലിയ ഇരുമ്പുപാലമൊക്കെ ഉള്ള സ്ഥലം. ടിപ്പു ഇട്ട പേരാ ഫറോക്ക്. ഫിറോസാബാദോ അങ്ങനെ കോഴിക്കോടിന് ആ ഭാഗത്ത് പല പട്ടണങ്ങൾക്കും പല പേരുകൾ ഇട്ടിരുന്നു. ഹൈദരാലിയുടെ പേരിലും അവിടെ ഒരു സ്ഥലത്തിന് പേരൊക്കെ ഇട്ടിരുന്നു. ഇങ്ങനെ, അതായത് കൊളോണിയൽ അവശിഷ്ടം മാത്രമല്ല, ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും അവശിഷ്ടങ്ങൾ നമ്മൾ പേറി നടക്കുക. ഇപ്പോ ഈ സുൽത്താൻ ബത്തേരിയിലെ ആളുകൾക്ക് പോലും സുൽത്താൻ ബത്തേരി എന്നുള്ള ആ സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ അറിവ് ഉണ്ടാവില്ല. ആ സ്ഥലത്തിന്റെ പേര്, ശരിക്കുള്ള പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അതാണ് സുൽത്താൻസ് ബാറ്ററി. പീരങ്കി അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ അകത്താണ് ടിപ്പു കൊണ്ടുവന്നിട്ട് പീരങ്കികൾ സൂക്ഷിച്ചത്. അതാണ് സുൽത്താൻസ് ബാറ്ററി ആയത്. ഗണപതി വട്ടം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. നല്ല പേരല്ലേ? അതെ അതെ. സുൽത്താൻ ബത്തേരിക്ക് വീണ്ടും ആ പേരൊന്ന് മാറ്റിയിടാൻ ചെല്ലണം, വിവരറിയും. അല്ല, അങ്ങനെ ആക്കേണ്ടതല്ല. ഒരിക്കലും ആരാക്കാൻ വയനാട്ടിലേക്കൊന്നും ചെല്ലാൻ പറ്റില്ല സാർ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ പേരുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ CITU എന്നുള്ള ആഗോള സംഘടനയുടെ വലിയ നേതാവ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇക്ക ആയി മാറിയത് പച്ചയ്ക്ക് പറഞ്ഞ ജാതി പറയലല്ലേ? ആണല്ലോ. അതുകൊണ്ടാണല്ലോ ഈ അതുവരെ ഗണപതിയൊക്കെ കുറ്റം പറഞ്ഞിരുന്ന ആളുകൾ ഇപ്പോൾ അമ്പലങ്ങളിൽ കയറുന്നില്ലേ? ആരിഫ് അമ്പലത്തിൽ കയറി പ്രസാദം മേടിക്കുന്നത്. അതുപോട്ടെ, പാവപ്പെട്ട ഹിന്ദുവിനെ പറ്റിക്കാൻ. പക്ഷെ ഇത് ഹിന്ദുവിനെ പറ്റിക്കാനല്ല. ഹിന്ദുക്കളെ നിന്റെ ഒന്നും വോട്ട് കിട്ടിയില്ലെങ്കിലും ഞാൻ ഇക്കായാണ്, എനിക്ക് വോട്ട് ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ടെന്ന ഞാൻ ജയിച്ചോളാം, നിന്നെ ഒന്നും വോട്ട് വേണ്ട എന്ന് പരസ്യമായ ഒരു പ്രഖ്യാപനം കൂടിയുണ്ട്. ഇക്കയാവുന്നത്. പിന്നെ എളമരം കരിമീന് എന്ന് എഴുതി പലയിടത്തും ചോരെഴുതി വരുന്നുണ്ട്. കരീമിൻ എന്ന് എഴുതുമ്പോൾ കണ്ടിരുന്നു സാറ്, പലയിടത്തും പോസ്റ്റ് എളമരം കരിമീനായി പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇക്ക നല്ലതായിരിക്കും. ഏതായാലും അത് പക്ഷെ മനഃപൂർവ്വം ചെയ്തായിരിക്കും. ക്രിസ്ത്യൻ വോട്ടും ഒക്കെ എളമരം കരിമീൻ മറ്റു വോട്ടുകളും ഒക്കെ പോകുന്നുണ്ട്. പക്ഷെ സാർ, അത് നമ്മൾ തമാശയല്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് പച്ചയ്ക്ക് ജാതി പറഞ്ഞ് കേരളത്തിലെ ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള MP ആയിട്ടുള്ള എളമരം കരീം ഇക്ക എന്ന് പറയുന്നത് പച്ച വർഗീയതയാണ്, പച്ച ജാതി പറയലാണ്, പച്ചയ്ക്ക് മതം പറഞ്ഞ് വോട്ടുപിടിക്കലാണ്. നമ്മളിതൊക്കെ ചർച്ച ചെയ്തത് ഇപ്പോൾ മഹാരാഷ്ട്രയിലെ പൂനെക്കടുത്തുള്ള അഹമ്മദ് നഗറിൻ്റെ പേര് അഹല്യ നഗർ എന്ന് മാറ്റിയത് കൊണ്ടാണ്. അഹല്യ കൂട്ടത്തിൽ പറയാതെ വയ്യ, അതുകൊണ്ടാണ് കരിമിക്കയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ അഹമ്മദ് നഗർ പരിഷ്കാരം എന്നൊക്കെ പറഞ്ഞ് പണ്ട് അവിടുത്തെ കലക്ടറേറ്റിൽ നടന്ന ഒരു സംഗതി. അങ്ങനെ കേരളത്തിലൊക്കെ വളരെ അറിയപ്പെടുന്ന സ്ഥലമാണ് ഈ അഹമ്മദ് നഗർ. പക്ഷെ പേരിങ്ങനെയായിപ്പോയി. മുഗൾ അവശിഷ്ടങ്ങൾ അവിടെയൊക്കെ സ്ഥാനം പിടിച്ചു. ഏതായാലും പേരുകൾ മാറുമ്പോൾ ഇതുപോലെ ജാതിയും മതവും പറഞ്ഞ് സെക്കുലർ എന്ന് ഭാവിച്ചിരുന്ന ആളുകൾ പച്ചയ്ക്ക് ജാതി പറഞ്ഞ് ഇക്കമാരാവുന്നത് നമ്മുടെ ജനാധിപത്യത്തെ ബലപ്പെടുത്തില്ല എന്ന് കോഴിക്കോട്ടെ വോട്ടർമാരും തിരിച്ചറിയട്ടെ. മാത്രമല്ല, പേരുകൾ മാറ്റുന്നത് ഓർമ്മകളുടെ വീണ്ടെടുപ്പാണ്. അത് നടന്നുകൊണ്ടേയിരിക്കും. കരിമിക്കയാവുമ്പോഴും ചില ഓർമ്മകൾ കോഴിക്കോട്ടുകാർക്ക് വരണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.